بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇതിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് അസ്സാകിനാനിൽ മുൽതഖിയാനി ഫീ കലിമ വഫീ കലിമതൈൻ. ഒറ്റ പദത്തിലോ രണ്ട് പദത്തിലോ ആയിക്കൊണ്ട് അടുത്തായി വരുന്ന രണ്ട് സാക്കിനുകളുടെ നിയമം. സുക്കൂൻ നൽകപ്പെട്ട രണ്ടക്ഷരങ്ങൾ പരസ്പരം ചേർന്നുകൊണ്ട് തുടരെയായിട്ട് വരിക. ഇങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണം? അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്? ഇതാണ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒന്നാമതായി ഇൽതിഖാഉൽ ഹർഫൈനി സാകിനൈനി ബികലിമത്തിൻ വാഹിദ ഫീ തിലാവത്തിൽ ഖുർആനിൽ കരീം. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഒറ്റ കലിമത്തിലായി, ഒറ്റ പദത്തിലായി രണ്ട് സാക്കിനുകൾ, സുക്കൂൻ നൽകപ്പെട്ട രണ്ടക്ഷരങ്ങൾ ഇൽതിഖാ ചെയ്താൽ, ചേർന്നു വന്നാൽ, യസിഹുൽ ജംഉ ബൈന ഹർഫൈനി സാകിനൈനി ബികലിമത്തിൻ വാഹിദ ഫീ ഹാലതൈൻ. ഇവിടെ അറിയേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്, രണ്ട് സാക്കിനുകൾ ഒറ്റ പദത്തിലായി ചേർന്ന് വരുമ്പോൾ രണ്ട് അവസ്ഥകളിൽ മാത്രം അവയെ ജംഅ ചെയ്യൽ അനുവദനീയമാണ്. ഒന്നാമതായി ജംഅ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർത്ത് ഉച്ചരിക്കുക എന്നർത്ഥം. ഒന്നാമതായി അൻ യകൂനൽ അവ്വലു മിനസ് സാകിനൈനി ഹർഫ മദ്ദിൻ ഔ ലീനിൻ. ഈ രണ്ട് സാക്കിനുകൾ എന്ന് നാം പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ സാക്കിനായ അക്ഷരം ദീർഘാക്ഷരമോ ലീനിൻ്റെ അക്ഷരമോ ആകുക എന്നതാണ് ഒന്നാമത്തെ നിബന്ധന, അല്ലെങ്കിൽ ഒന്നാമത്തെ അവസ്ഥ. അങ്ങനെയാകുമ്പോൾ അവ അങ്ങനെ തന്നെ ചേർത്ത് ജംഅ ചെയ്ത് ഓതേണ്ടതാണ്. അങ്ങനെയാണ് വേണ്ടത്. ഉദാഹരണമായി എന്ന് ഓതുക. ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ അക്ഷരമായ അലിഫ് സാക്കിനാണ്. അതിനുശേഷം ഷദ്ദുള്ള ലാം ഉച്ചരിക്കുന്നു. ആ ലാമിലും തുടക്കത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നത് സുക്കൂനിനെയാണല്ലോ. എന്ന ആ സുക്കൂനിൻ്റെ ശബ്ദം അഥവാ സാക്കിനാണ് അവിടെയും. അലിഫും സാക്കിനാണ്, ദീർഘാക്ഷരമായ അലിഫ് സാക്കിനാണ്, ലാമും സാക്കിനാണ്. ഇങ്ങനെ രണ്ട് സാക്കിനുകൾ ചേർന്ന് തുടരെയായി വന്നിരിക്കുകയാണ്. ഇവിടെ ദീർഘാക്ഷരമാണ് മുമ്പിൽ വന്നത് എന്ന കാരണത്താൽ ദീർഘിപ്പിക്കേണ്ടതാണ്, ദീർഘിപ്പിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അവയെ നിലനിർത്തപ്പെടുന്നു എന്നർത്ഥം. രണ്ട് സുക്കൂനും ഉച്ചാരണത്തിൽ നിലനിൽക്കുന്നു. വേറെ ഉദാഹരണം വാവിൻ്റെ ഉദാഹരണമാണ്. അലിഫും വാവും ചേർന്ന് വന്ന പദമാണ് യാഇൻ്റെ ഉദാഹരണം യാസീൻ. വേറെ വാവിൻ്റെ ഉദാഹരണം നൂൻ. ലീനിൻ്റെ അക്ഷരമായ യാ വന്നു ഐൻ. ഇപ്രകാരം ദീർഘാക്ഷരമോ ലീനിൻ്റെ അക്ഷരമോ വരികയും തൊട്ടു ശേഷം വീണ്ടും സാക്കിനായ അക്ഷരവും, ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുമ്പോൾ ദീർഘിപ്പിച്ചുകൊണ്ട് അവയെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ അവസ്ഥ യകൂന സുകൂനുൽ ഹർഫി الثاني മിൻഹുമാ ആരിദാ. ആരിദായ സുക്കൂൻ, വഖഫിന് വേണ്ടി ആരിദായ സുക്കൂനും ദീർഘാക്ഷരമായ സാക്കിനാക്ഷരത്തിന് ശേഷം വരുമല്ലോ, അവിടെയും നിലനിർത്തുകയാണ്, ജംഅ ചെയ്യുകയാണ്.
അൽ ഹിസാബ്. അലിഫിന് ശേഷം ബായിൽ സുക്കൂനാണ് ഉള്ളത്. ഇങ്ങനെ വഖഫിന് വേണ്ടി താൽക്കാലികമായി സുക്കൂൻ, അവിടെയും സുക്കൂൻ നിലനിർത്തുന്നു. രണ്ട് സുക്കൂനുകളും ജമ ചെയ്തുകൊണ്ട് അവിടെ നിലനിൽക്കുകയാണ് ഉച്ചാരണത്തിൽ. തഅമലൂൻ, അർറഹീം, ഖുറൈശ്, ഖൗഫ്. ബഅദ്, ബഅദി എന്നിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ മിൻ ബഅദ്, അൽ ഖദർ, അസ്സുഹ്ത് എന്നിങ്ങനെ വഖഫിന് വേണ്ടി പുതിയ സുക്കൂൻ വരുമ്പോൾ അവിടെയും ദീർഘാക്ഷരമായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാക്കിനായ അക്ഷരത്തിന് ശേഷമായിരുന്നാലും വഖഫിന് വേണ്ടി ശേഷം വരുന്ന അക്ഷരത്തിനും കൂടി സുക്കൂൻ നൽകി രണ്ട് സാക്കിനുകളെ നിലനിർത്തിക്കൊണ്ട് നാം ഉച്ചരിക്കുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യമാണ്, രണ്ട് പദങ്ങളിലായിക്കൊണ്ട് രണ്ട് സാക്കിനുകൾ ചേർന്ന് വരുമ്പോൾ ഇൽത്തിഖാഉ ഹർഫൈനി സാക്കിനൈൻ ഫി കലിമത്തൈൻ, ഇവിടെ ലാ തജ്മഉൽ അറബു ബൈന ഹർഫൈനി സാക്കിനൈനി ഫി കലിമത്തൈൻ, രണ്ട് കലിമത്തുകളിലായിക്കൊണ്ട് സുക്കൂൻ നൽകപ്പെട്ട അക്ഷരങ്ങളെ ഒരിക്കലും അറബികൾ ചേർത്ത് വായിക്കുകയില്ല, ചേർത്ത് ഒരുമിച്ച് കൂട്ടുകയില്ല, ജമ ചെയ്യുകയില്ല. ഫഇൻ വുജിദ ദാലിക, അങ്ങനെ സംഭവിച്ചാൽ ഫി കലാമിഹിം, അവരുടെ സംസാരത്തിൽ അങ്ങനെ വരുമ്പോൾ തഖല്ലസു മിൻഹു, ആ ഇൽത്തിഖാഉ സാക്കിനയിൽ നിന്നും മോചനം നേടുന്നതാണ് ബി ഇഹ്ദ ത്വരീഖതൈനിൽ ആതിയതൈനി, താഴെ വരുന്ന രണ്ട് മാർഗങ്ങളിൽ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട്. ഒന്നാമത്തെ മാർഗമാണ് ബി ഇസ്ഖാത്തിൽ അവ്വലി ലഫ്ള, ഉച്ചാരണത്തിൽ നിന്ന് തന്നെ ആദ്യത്തേതിനെ അങ്ങ് ഒഴിവാക്കുക, ഹദ്ഫ് ചെയ്യുക, കളയുക. നമുക്ക് വേണമെങ്കിൽ ഹദ്ഫ് എന്ന ഒരു മാർഗമായി ഓർക്കാം. അപ്പോൾ ഇൽത്തിഖാഉ സാക്കിനൈൻ രണ്ട് പദങ്ങളിൽ വരുമ്പോൾ രണ്ട് രീതി സ്വീകരിക്കണം. അതിൽ ഒന്ന് ഹദ്ഫ് അല്ല ഇസ്ഖാത്ത്, എന്ത് പേര് പറഞ്ഞാലും നിങ്ങൾ ഓർത്തു വെക്കുക മനസ്സിലത്. ഒന്നാമത്തെ പരിഹാരമാർഗം ഇസ്ഖാത്ത് അല്ലെങ്കിൽ ഹദ്ഫ്, ഹദ്ഫ് കളയുക എന്നർത്ഥം, ഉച്ചാരണത്തിൽ നിന്നും അതിനെ കളയുക. ഇൻകാന ഹർഫ മദ്ദിൻ, ദീർഘാക്ഷരമാണ് ഈ സാക്കിനായ അക്ഷരമെങ്കിൽ എന്താണത്? ഉദാഹരണം നോക്കൂ. വഖാല അൽഹംദുലില്ലാഹ് എന്നത് വഖാല അൽഹംദുലില്ലാഹ് എന്ന് വായിക്കുന്നു. സൂറത്തുൻ നംലിൻ്റെ ഏകദേശം ഒരു പേജ് അവസാനിക്കുന്ന അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. വഖാല, അവർ രണ്ടുപേരും പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്നത് നമ്മൾ വായിക്കുമ്പോൾ വഖാല അൽഹംദുലില്ലാഹ് എന്നാണ് വായിക്കുക. അതേപോലെ വഇദ് ഖാലു അല്ലാഹുമ്മ, വഇദ് ഖാലു അല്ലാഹുമ്മ, സൂറത്ത് അൽ അൻഫാലിലാണ്. വഇദ് ഖാലു അല്ലാഹുമ്മ, അതുപോലെ അഫീ അല്ലാഹ്, ഫീ എന്ന ഹർഫ്, അഫില്ലാഹി ശക്കും ഫാത്തിരിസ് സമാവാതി വൽ അർദ്, അഫില്ലാഹി ശക്ക് എന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. ആദ്യത്തെ ദീർഘാക്ഷരമായ സാക്കിനിനെ ഹദ്ഫ് ചെയ്യണം, ഇസ്ഖാത്ത് ചെയ്യണം, ഉച്ചാരണത്തിൽ നിന്നും കളയണം. രണ്ടാമത്തെ പരിഹാര മാർഗമാണ് ബിതഹ്രീക്കി സാക്കിനിൽ അവ്വൽ, ആദ്യത്തെ സാക്കിനിനെ ഹറക്കത്ത് കൊടുക്കുക എന്നത്. ഇൻകാന ഹർഫൻ സ്വഹീഹൻ ഔ ഹർഫ ലീനിൻ ഔ തൻവീന, ശരിയായ ഹർഫ് അതായത് സഹീഹായ ദീർഘാക്ഷരമോ ലീനോ അല്ലാത്ത സഹീഹായ അക്ഷരമായാലും അല്ലെങ്കിൽ ലീനിൻ്റെ അക്ഷരമായാലും അതുമല്ലെങ്കിൽ തൻവീനായാലും. ദീർഘാക്ഷരമാണെങ്കിൽ ഹദ്ഫ് ചെയ്യണം എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. സഹീഹായ അക്ഷരമാണെങ്കിൽ, അതല്ലെങ്കിൽ ലീനിൻ്റെ അക്ഷരമാണെങ്കിൽ, അതുമല്ല തൻവീനുമാണെങ്കിൽ അവിടെയൊക്കെ തഹ്രീക്ക് എന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്, ഹറക്കത്ത് കൊടുക്കുക. ഉദാഹരണം, മിൻ അല്ലാഹ് എന്നത് എങ്ങനെ വായിക്കണം? മിനല്ലാഹ്, മിനല്ലാഹ് എന്ന് ഫത്ഹ കൊടുത്തുകൊണ്ട് വായിക്കണം. അലൈക്കും അൽ ഖിതാലു, അലൈക്കുമുൽ ഖിതാലു എന്ന് വായിക്കണം. ഖുൽ അല്ലാഹുമ്മ, ഖുലില്ലാഹുമ്മ.
ദഅൗ അല്ലാഹ എന്നത് ദഅവുല്ലാഹ യാ സാഹിബൈ അസ്സിജ്ൻ. അല്ലേ, യൂസുഫ് നബി അലൈഹി സ്വലാം വിളിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ജയിലിൽ അടക്കപ്പെട്ട മറ്റ് നേരത്തെ അവിടെയുള്ള രണ്ട് സുഹൃത്തുക്കൾ, എൻ്റെ ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ സാഹിബൈ സിജ്നി എന്നാണ് അവിടെ ഓതേണ്ടത്. ഇതാണ് സഹീഹോ അല്ലെങ്കിൽ ലീനിൻ്റെയോ അക്ഷരമാകുമ്പോൾ. ദഅൗ അല്ലാഹ എന്ന് പറയുമ്പോൾ ലീനിൻ്റെ അക്ഷരമാണ്. സാഹിബൈ സിജ്ൻ എന്ന് പറയുമ്പോഴും ലീനിൻ്റെ അക്ഷരം. മേലെ കൊടുത്തതൊക്കെയും സഹീഹായ അക്ഷരങ്ങളാണ്. മീൻ അല്ലാഹ്, അലൈക്കുമുൽ ഖിതാൽ, ഖുലില്ലാഹുമ്മ ഒക്കെ. ശേഷം വരുന്നത് തൻവീനിൻ്റെ ഉദാഹരണം നോക്കൂ. നൂഹുൻ ഇബ്നഹു, അവിടെ തൻവീനിനെ ഹറക്കത്ത് നൽകി തഹ്രീക്ക് ചെയ്ത് നൂഹുൻ ഇബ്നഹു എന്ന് വായിക്കണം. തുവൻ ഇദ്ഹബ്, അല്ലേ, ബിൽവാദിൽ മുഖദ്ദസി തുവ ഇദ്ഹബ്, അവിടെ ചേർത്ത് വായിക്കുമ്പോൾ തുവൻ ഇദ്ഹബ് എന്ന് ഓതണം. തുവൻ ഇദ്ഹബ്. ഇവിടെ ചെറിയ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്താണ്? അൽ അസ്ലു ഫി തഖല്ലുസ് മിൻ ഇൽതിഖാഇ സാകിനൈൻ മിൻ കലിമതൈൻ അൻ യുഹറക സാകിനുൽ അവ്വൽ ബിൽ കസ്ർ. അസ്ലിൽ അടിസ്ഥാനപരമായി ഇങ്ങനെ ഇൽതിഖാഉ സാകിനൈൻ രണ്ട് പദങ്ങളിലായി സംഭവിക്കുമ്പോൾ, രണ്ട് സാക്കിനുകൾ രണ്ട് പദങ്ങളിൽ ചേർന്ന് വരുമ്പോൾ ആദ്യത്തെ സാക്കിനിന് കസ്റ് കൊടുക്കുക എന്നതാണ് അടിസ്ഥാന നിയമം. തഹ്രീക്ക് എന്ന് പറഞ്ഞാൽ പരിഹാരമായിക്കൊണ്ട് കസ്റാണ്. ഖുലില്ലാഹുമ്മ വഅല്ലൗ ഇസ്തഖാമു അമിർതബു എന്ന ഈ അടിസ്ഥാന നിയമം. വഖദ് യുഖാലഫു ഹാദൽ അസ്ലു, ഈ അസ്ല് എതിര് ചെയ്യപ്പെടും. ഈ അസ്ലിനെതിരായി വിഭിന്നമായി ഈ താഴെ കൊടുക്കുന്ന അവസ്ഥകളിൽ മറ്റ് രീതികൾ സ്വീകരിക്കപ്പെടുന്നു. ഇമ്മ, ഒന്ന് ഇങ്ങനെയാണെങ്കിൽ ഇലൽ ഫത്ഹി, അതായത് ഇമ്മ ഇലൽ ഫത്ഹി, ഫത്ഹിലേക്ക് മാറ്റപ്പെടും. കസ്റുള്ളത് ഫത്ഹായി മാറും. എപ്പോൾ? ലിഅന്നഹു അഖഫുൽ ഹറക്കാത്ത്, ഹറക്കത്തുകളിൽ ഏറ്റവും ഖഫീഫാണ് ഫത്ത് എന്നതുകൊണ്ട്. മിനില്ലാഹി എന്ന് പറയില്ല, മറിച്ച് മിനല്ലാഹി. അതുപോലെ സൂറത്ത് ആല ഇമ്രാന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം അല്ലാഹു, ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വജ്ഹ് കൂടിയുണ്ട്. മീമിൻ്റെ ദീർഘം ഒഴിവാക്കി അലിഫ് ലാം മീം അല്ലാഹു എന്ന് രണ്ട് ഹറക്കത്തിൻ്റെ അളവ് മാത്രം കൊടുത്തും ഇങ്ങനെ രണ്ട് വജ്ഹ് സ്വീകരിക്കാമെന്ന് മുമ്പ് പറഞ്ഞത് ഓർക്കുക. ഏതായാലും അവിടെയും ഫത്ഹിലേക്ക് മാറ്റുകയാണ്. രണ്ടാമതായി ഇല ദ്വമ്മ് കൊടുക്കുന്നത് എന്തിന്? അലൈക്കുമുൽ ഖിതാലു ബിഹിമുൽ അസ്ബാബു, അവിടെ ജംഇൻ്റെ മീമ് വരുമ്പോൾ ദ്വമ്മ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി ലിൽ മുജാനസ, അനുയോജ്യമായത് എന്ന നിലക്ക് ദഅവുല്ലാഹ, ദഅൗ എന്ന വാവിനോട് ഏറ്റവും യോജിച്ചു വരുന്നത് ദ്വമ്മാണ് എന്നതുകൊണ്ട് ദഅവുല്ലാഹ. യാ സാഹിബൈ എന്ന യാഇനോട് ഏറ്റവും അനുയോജ്യമായത് കസ്റായതിനാൽ യാ സാഹിബൈ സിജ്നി എന്നിങ്ങനെയും മാറ്റപ്പെടുന്നതാണ്. അഥവാ അധികവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനമായി കസ്ർ നൽകുക എന്ന രീതിയാണ് പാലിക്കപ്പെടുക. ഈ ചില സന്ദർഭങ്ങൾ ഒഴികെ ചുരുക്കി പറയാം, രണ്ട് പരിഹാരമാർഗങ്ങളാണ് അടിസ്ഥാനമായിട്ട് നാം ഓർത്തു വെക്കേണ്ടത്. രണ്ട് കലിമത്തുകളിലായിക്കൊണ്ട് സാക്കിനായ അക്ഷരങ്ങൾ വരുമ്പോൾ, സുക്കൂൻ നൽകപ്പെട്ട അക്ഷരങ്ങൾ തുടരെയായി വരുമ്പോൾ ഒന്നാമത്തെ പരിഹാരം ഹദ്ഫ് ചെയ്യുക, ദീർഘാക്ഷരമാകുമ്പോൾ അതിനൊക്കെ ഹദ്ഫ് ചെയ്തുകൊണ്ട് ഓതുക. രണ്ടാമത്തെ പരിഹാരം തഹ്രീക്ക്, ഹറക്കത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ബിസ്മില്ലാ.